നടു റോഡിലിട്ട് ട്രാഫിക് പോലീസുകാരൻ പയ്യനെ തല്ലി ചതച്ചു പാളയത്തിലിട്ടിട്ട് അല്ലേ? ഈ യൂണിവേഴ്സിറ്റി കോളേജിലെ തെമ്മാടി പിള്ളേര് അവരെ നമ്മൾ എന്താ പറയാ വിദ്യാർത്ഥി നേതാക്കം അഭിലാഷ എന്ന് തൊട്ടാണ് യൂത്ത് കോൺഗ്രസ് ഈ വടിയൊക്കെ ആയിട്ട് എടുത്തു തുടങ്ങി ഈ അടുത്ത കാലത്ത് അല്ലേ? എന്താണ് അവിടെ തന്നെ എത്ര പ്രവർത്തകരെ എന്താ പറയാ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊന്ന് ഈറിയിട്ട് ഉപേക്ഷിച്ച് ശരത്തിലാൽ 2 കൊച്ചു പിള്ളേരെയൊക്കെ ഒക്കെ ചെയ്തതാണ്. എന്നിട്ട് ഇവർ ഇപ്പോഴും അക്രമവും പാതയൊന്നും പറ്റില്ല, സമരപാതയൊന്നും പറ്റില്ല എന്നുള്ള അവരെന്തുകൊണ്ടാണ് ഇപ്പം അക്രമാസക്തമായത്? ഹലോ, നമസ്കാരം. ശ്രീ അഞ്ജു പാർവതി, ഈ യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തു, റിമാൻഡ് ചെയ്തു. അതിനുവേണ്ടി യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ഒരു മാർച്ച് നടത്തുന്നു. അതായത് ഒരു തെരുവ് യുദ്ധമാണ് നടത്തുന്നത്. എന്നിട്ട് പറഞ്ഞ പോലീസുകാര് യൂത്ത് കോൺഗ്രസ്സുകാരെ പ്രവർത്തിച്ച് മർദ്ദിച്ചു. ഒരു മാധ്യമപ്രവർത്തകർ ഞാനും പുറത്ത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ യൂത്ത് കോൺഗ്രസ് പറഞ്ഞു പോലീസിനെ അന്ന് മോശം സംസാരിക്കുന്നു, ബാരിക്കേഡ് മറിച്ചിരുന്നു. ഒരിക്കലും ഇവര് യൂത്ത് കോൺഗ്രസ് വന്നു പറഞ്ഞ പോലീസ് ഇവരടിക്കോ? ഇല്ലല്ലോ. പ്രകോപിച്ച് അതായത് അവരെ ഒന്ന് ദേഷ്യപ്പെടുത്തിയാലേ ചെയ്യുള്ളൂ. ഓ, അങ്ങനെയാണോ ഈ പോലീസ് നമ്മൾ അങ്ങോട്ടാണ് നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു ഇതായത്? ഒരിക്കലുമില്ല. ഞാനിപ്പം ഒരു രാഷ്ട്രീയം വെച്ച് പറയുന്നതല്ല കേട്ടോ. ശരിക്കും ഇതിന്റെ തുടക്കം എവിടെയാണ്? രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ്. അതിനുവേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിലെ രാവിലെ വെളുപ്പിന് വീട്ടിൽ പോയിട്ട് അറസ്റ്റ് ചെയ്ത് ഇങ്ങനെ ജയിലിൽ അടയ്ക്കാനും വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ ഒരാള് എന്ത് ക്രൈമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്? ഒരു കേസിൽ 4-ാം പ്രതിയെ സെക്രട്ടേറിയറ്റ് മാർച്ച് കഴിഞ്ഞ് തിരിച്ചു പോയ പ്രവർത്തകര് തിരിച്ചു വിളിച്ചിട്ട് പോലീസിനെ അക്രമം നടത്തിച്ചൊരു നേതാവാണ്. അപ്പൊ സഖാവ് ആർഷോ എന്ന് പറഞ്ഞ എത്ര കേസുണ്ട് അയാളുടെ പേരില്? എന്നിട്ട് ഇതേ പോലീസുകാരുടെ മുന്നിലല്ലേ ഗവർണർക്കെതിരെ ഗോബാക്കും വിളിച്ചിട്ട് പ്രഹസനം മുഴുവൻ കാണിച്ചിട്ട് ആർഷോൻ എന്താ ചെയ്തത്? ഇതേപോലെ ആർഷോ അക്രമം നടത്തിയ ഒരു ദൃശ്യം കാണിക്കാൻ പറ്റുമോ? ആർഷോ നടത്തിയിട്ടുള്ള പോലീസുകാരുടെ മുന്നിൽ വെച്ചിട്ട് ആർഷോ എല്ലാം വിദ്യാർത്ഥി സംഘടന എന്തുമാത്രം പ്രശ്നങ്ങൾ നടത്തിയിട്ടുണ്ട് ആർഷോ. ഇതുപോലത്തെ സംഘർഷം നടത്തിയിട്ടില്ലെന്നാണോ പറയണത്? വാടി ഒരു ഇതുണ്ടല്ലോ, ഒരു SFI ഇതില് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ASF ഇതാണെന്ന് തോന്നുന്നുണ്ട്. അവിടെ ഒരു അതായത് അവർക്കൊപ്പം തന്നെ നടക്കണ CP ഐയുടെ അല്ലെ ഒരു വിദ്യാർത്ഥി സംഘടനയാണല്ലോ ASF. അപ്പൊ അവിടെ പോയിട്ട് ആ പെൺകുട്ടീനെ ഒരു ഏറ്റവും മോശമായ നിന്ദ്യമായ രീതിയിൽ പോലീസുകാരുടെ മുന്നിൽ വെച്ചാണ് വിളിച്ചത്. അപ്പൊ ഇതൊക്കെ അക്രമല്ലേ? ഇനി ആ ഒരു കാര്യം സംസാരിക്കുന്നതും പട്ടികയിൽ കൊണ്ട് പോലീസിന് അടിക്കും രണ്ടാണ്. പട്ടിക കൊണ്ട് പോലീസിനെ ഞാൻ ചോദിക്കട്ടെ, രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞപ്പോ 2 പേര് മര്യാദയ്ക്ക് യാതൊരു രീതിയിലുള്ള എന്താ പറയാ ശരിക്കും പ്രകോപനങ്ങളൊന്നും സൃഷ്ടിക്കാതെ 2 പയ്യന്മാര് കോൺഗ്രസിന്റെ 2 പേര് കരിങ്കൊടി മാത്രമായിട്ട് മുഖ്യമന്ത്രി പോയപ്പോ നിന്നു എന്ന് പറഞ്ഞിട്ട് എടുത്തു ചാടിയെന്നാണോ? എടുത്തൊന്നും ചാടിയിട്ടില്ല. അവിടെ നിന്ന് നമ്മൾ വീഡിയോ കണ്ടതല്ലേ അഭിലാഷിന്റെ രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ. എന്നാലും ഞാൻ പറയുവാണ്, നമ്മളൊക്കെ പണ്ണുപൊട്ടന്മാരൊന്നുമല്ല. അത് പോലീസാണോ ചെയ്തത്? അത് ശരിക്കും പറഞ്ഞ അന്നേരം പോലീസിനൊപ്പം ഗുണ്ടകള്, ഗൺമാൻ എന്ന് പറഞ്ഞ 2 ഗുണ്ടകൾ ആ പിള്ളേരെ മൃഗീയമായിട്ട് ചതച്ചരച്ചപ്പോ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രി, അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തില് ഈ പോലീസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടെ പോലീസുകാർ എന്നു ഗുണ്ടകളാണ്. അവരും PSC പരീക്ഷ ചെയ്ത് ജോലിക്ക് കയറിയ ആൾക്കാരാണ്. നിങ്ങൾ കണ്ണൂരിലെ സദാർത്ഥന്മാരാണ് ഗുണ്ടകളാണ്, അവരെ തിരികെ കയറ്റിയതാണ്. ഞാൻ ചോദിക്കട്ടെ, PSC പരീക്ഷ എഴുതി എത്ര പേര്? അങ്ങനെ കത്തിക്കുത്ത് കേസിലെ ശിവശങ്കർ, നമുക്ക് പറയാമല്ലോ എങ്ങനെയായിരുന്നു കത്തിക്കുത്ത് കേസിലെ ശിവശങ്കറും അവരൊക്കെ പോലീസ് പരീക്ഷയിൽ 1ാം റാങ്കിൽ വന്നത്, വിവാദമായത്? ആ പാളയത്ത് നമുക്ക് അറിയാവുന്നതാണല്ലോ, നമ്മുടെ കൺമുന്നിൽ നടന്നൊരു സംഭവമാണല്ലോ. പാളയത്ത് ഇവർക്ക് എന്തുകൊണ്ടാണ് SFI ഗുണ്ടകൾക്ക് ഈ പോലീസിനോട് ഇത്ര ബഹുമാനമുള്ളത്? ഇപ്പൊ എന്നോട് ചോദിച്ചു ഇവർ തിരിച്ചെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന്. നടു റോഡിലിട്ട് ട്രാഫിക് പോലീസുകാരൻ പയ്യനെ തല്ലി ചതച്ചു പാളയത്തിലിട്ടിട്ട് അല്ലേ? ഈ യൂണിവേഴ്സിറ്റി കോളേജിലെ തെമ്മാടി പിള്ളേര് അവരെ നമ്മൾ എന്താ പറയാ വിദ്യാർത്ഥി നേതാക്കന്മാരെന്ന് പറയും. ഈ SFIയുടെ 1-2 കേസാണ് പറഞ്ഞത്. ഇപ്പൊ ഞാൻ ചോദിച്ച ചോദ്യമാണ്, ഈ ഒരാഴ്ചയായിട്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ യൂത്ത് കോൺഗ്രസ് നടത്തുന്ന തെരുവ് യുദ്ധം എന്താണ്? തെരുവ് യുദ്ധം അത് ഞാൻ പറയാം സമര പരിപാടികളില്ലാതെ എന്താണ് ജനാധിപത്യത്തില് അവര് സമര പരിപാടികളില്ലാത്തൊരു ഭരണമില്ല. ഇവർ തിരിച്ചായിരുന്നെങ്കിലോ? ഞാൻ ചോദിക്കട്ടെ, സെക്രട്ടേറിയറ്റ് വളഞ്ഞിരുന്നിട്ട് അപ്പിട്ട് സമരം നടത്തിയവരല്ലേ ഇവര്? ആർക്കെങ്കിലും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു? ഞാനൊക്കെ ക്ലിഫ് ഹൗസ് ഏരിയ താമസിക്കുന്നവരായിരുന്നു. ആ സമയത്ത് ഇവർ എത്ര ദിവസമാണ് ക്ലിഫ് ഹൗസ് വളഞ്ഞ് ഉപരോധം നടത്തിയത്? ഞങ്ങളുടെ വീട് ക്ലിഫ് ഹൗസിന്റെ തൊട്ട് താഴെയാണ്. അന്ന് ഞങ്ങൾക്കുണ്ടായ ഒരു ബുദ്ധിമുട്ടോ?
ആ ഒരു ബുദ്ധിമുട്ട് അവർ സൃഷ്ടിക്കുന്നുണ്ടോ? ഇന്നാൾ പോലും മുഖ്യമന്ത്രിയുടെ അവിടെ രാത്രി ക്ലിഫ് ഹൗസിൽ ഈ യൂത്ത് കോൺഗ്രസ്സുകാർ വന്നിട്ട് ഒരു സമരം നടത്തി. ഇപ്പൊ 2 ദിവസം മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ബൽറാമൊക്കെ ഇപ്പൊ പറഞ്ഞു ഈ ബൽറാമിന്റെ കാര്യം അന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു റിപ്പോർട്ട് മാധ്യമപ്രവർത്തകനായി അന്ന് ഇപ്പോൾ ഈ യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തുന്നു. ശരി, മാർച്ച് നടത്തിക്കുക, 12 പ്രകടനം നടത്തുന്നു, CPM കൊടിമരം നശിപ്പിക്കുന്നു, ദേവസ്വം ബോർഡിന് ദേവസ്വം ബോർഡ് കൊടിമരം നശിപ്പിക്കുന്നു, തൊടിയെടുത്ത് CPM തൊടി കത്തിക്കുന്നു, ശ്രീ പിണറായി വിജയന്റെ ഫ്ലെക്സ് അടിച്ചു തകർക്കുന്നു. ഒന്നും ഞാൻ ഇത് പറയില്ല, അത് അവരുടെ അവകാശം. തൊട്ടപ്പുറത്ത് അതായത് ദേവസ്വം ബോർഡ് ജംഗ്ഷനിലെ ആ റൗണ്ട് ബോർഡിന്റെ അവിടെ ഒരു വലിയ ഫ്ലെക്സ്, ഒരു എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ വെച്ച വലിയ ഫ്ലെക്സ്, ആ ഫ്ലെക്സ് വെച്ചവർക്ക് ഒരു അബദ്ധം പറ്റി. അതിൽ ശ്രീ പിണറായി വിജയന്റെയും ശ്രീ ശിവൻകുട്ടിയുടെയും ഒരു ഫോട്ടോ സൈഡിൽ വെച്ചിരുന്നു. ആ ഫ്ലെക്സ് പോലും, അതായത് എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റാങ്ക് വാങ്ങിച്ച പിള്ളേരെ ഫ്ലെക്സുകൾ, ആ ഫ്ലെക്സ് പോലും വലിച്ചേറിയ വിഷ്വൽസ് എൻ്റെ ഉണ്ട്. ശരി, ശ്രീ പിണറായി വിജയൻ മാത്രമല്ല, ശ്രീ പിണറായി വിജയന്റെ ഫ്ലെക്സ് മാത്രമാണ് സമ്മതിക്കാം. ആ വിദ്യാർത്ഥികൾ എന്ത് തെറ്റ് ചെയ്തു? ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ഇങ്ങനെ നമ്മളൊരു സമര പരിപാടി വരുമ്പോൾ ഇങ്ങനെ എല്ലാം എത്തിക്സ് മാത്രം നോക്കിയിട്ടാണെങ്കിൽ ഇവിടെ എന്തെങ്കിലും സമരം ജയിക്കാൻ പറ്റുമോ? അദ്ദേഹത്തിന്റെ അതായത് ഇവർക്ക് യൂത്ത് കോൺഗ്രസിന് അന്നത്തെ അവരുടെ ഇത് ആലോചിച്ച് നോക്കുമ്പോൾ തൊട്ട് മുന്നിൽ അദ്ദേഹത്തിന്റെ മുഖമാണ്. ആർക്കെതിരെയാണ് പ്രതിഷേധം നടത്തുന്നത്? അവരുടെ മുഖം വലിയ ഫ്ലെക്സ് ആയിട്ട് അടിച്ചു വെച്ചേക്കുമ്പോൾ തീർച്ചയായും അത് ആര് വെച്ചു എന്നൊന്നും അവരറിയേണ്ട ആവശ്യമില്ല. അത് ഏത് സമരത്തിലും അങ്ങനെ സംഭവിക്കൂ. അടിച്ചു തകർക്കും. ഇവിടെ അടിച്ചു തകർക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഞാൻ എത്രയോ കണ്ടിട്ടുണ്ട്. ഇവിടെ DYFIയുടെ ഓരോ പ്രകടനങ്ങൾ വരുമ്പം അവരടിച്ചു തകർക്കുന്നത് പാർട്ടി ഓഫീസുകളുടെ മുന്നിലുള്ള എന്തെല്ലാം യൂത്ത് കോൺഗ്രസ്സുകാര് ഈ കുറുവടിയും വടിയും കൊണ്ടുവരുമ്പോൾ കേരള പോലീസ് നിന്ന് കൊടുക്കണം എന്നാണ് താങ്കൾ പറയുന്നത്? ഇല്ലില്ല, കാരണം അവർ ഗാന്ധിസം എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഇതൊക്കെ വിട്ടുകളയുന്ന സമയം, അതായത് ഇങ്ങോട്ടൊക്കെ നമ്മൾ പറയില്ലേ തെറിക്കുത്തരം മുറിപ്പത്തല്, അതാണ്. കാരണം ഇനി ഇങ്ങനെ ഗാന്ധിസമാണ്, ഒരു ചെവിട് കാണിക്കുമ്പോൾ മറ്റേ ചെവിട് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കൂല. ഇവന്മാരെ അന്നേ ഇതേവിടെ മമതാ ബാനർജിക്കൊക്കെ ബംഗാളിൽ അടിച്ചോടിച്ച് ചവിട്ടി എല്ലാം പൊറോട്ട അടിക്കാൻ വേണ്ടി കേരളത്തിൽ വന്നില്ലേ, ആ രീതിയിലാക്കി എടുക്കണം. അതായത് തിരിച്ചങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഇവരുടെ ഇത് യുവമോർച്ചയുടെ അടുത്ത് നടക്കുന്നില്ലായിരുന്നല്ലോ? ഇവര് കാണിക്കുന്ന ഉഷിര് പണ്ട് ഈ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ അടുത്ത് ഇവന്മാർ കാണിക്കുന്ന ഉഷിര് യുവമോർച്ചയോട് കാണിക്കാത്ത എന്താ? അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ഇരട്ടിയായിട്ട് യുവമോർച്ച ഇതേപോലെ അക്രമസക്തമായ ഒരു മാർച്ചും കണ്ടിട്ടില്ലേ? ഏതാണ് ഇതുപോലെ വടിയും തുറുവടിയും പട്ടിയിലും കൊണ്ടുവരുന്ന ഒരു മാർച്ചും ഞാൻ കണ്ടിട്ടില്ല യുവമോർച്ചയുടെ. അപ്പൊ ചെല്ലില്ല. കാരണം എന്താ വെച്ചാൽ യുവമോർച്ചക്കാരുടെ അടുത്ത് മുന്നിൽ ചെന്ന് കഴിഞ്ഞാൽ തിരിച്ച് എങ്ങനെ പോകുന്നുള്ളത് ഈ യൂത്ത് കോൺഗ്രസ്സുകാര് വടി കൊണ്ടുവരണ പോലെ യുവമോർച്ചക്കാർ ഒരിക്കലും വടി കൊണ്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. അവര് എന്ന് അഭിലാഷ എന്ന് തൊട്ടാണ് യൂത്ത് കോൺഗ്രസ്സുകാർ ഈ വടിയൊക്കെ ആയിട്ട് എടുത്തു തുടങ്ങി ഈ അടുത്ത കാലത്ത് അല്ലേ? എന്താണ് അവിടെ തന്നെ എത്ര പ്രവർത്തകരെ എന്താ പറയാ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊന്ന് ഈറിയിട്ട് ഉപേക്ഷിച്ച് ശരത്തിലാൽ 2 കൊച്ചു പിള്ളേരെയൊക്കെ ഒക്കെ ചെയ്തതാണ്. എന്നിട്ട് ഇവർ ഇപ്പോഴും അക്രമവും പാതയൊന്നും പറ്റില്ല, സമരപാതയൊന്നും പറ്റില്ല എന്നുള്ള അവരെന്തുകൊണ്ടാണ് ഇപ്പം അക്രമാസക്തമായത്? അവരുടെ കൺമുന്നിലെ പ്രതിഷേധത്തിന് വരെ ഈ പോലീസ് ക്രൂരമായിട്ട് നമ്മൾ കണ്ടു ഒരു പെൺകുട്ടീനെയൊക്കെ അതും കൂടെ പറയണമല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞു ഇവിടെ ജനാധിപത്യമാണ് ഇതൊക്കെ. ഈ ആൺ പോലീസുകാർക്ക് പെൺകുട്ടികളെ ഉപദ്രവിക്കാൻ ആരാണ് റൈറ്റ് കൊടുത്തിട്ടുള്ളത്? മുടി കുത്തിപ്പിടിച്ച് ബൂട്ടിട്ട് എന്താണിത്? ഇത് ജനാധിപത്യമാണ്. ഒരു പെൺകുട്ടി തറ വീണപ്പോൾ ബൂട്ട് ആ മുടിയിലായതാണ് പ്രശ്നം. എല്ലാ സാധനം ഉൾപ്പെടെ ഓപ്പോസിറ്റ് രാഷ്ട്രീയക്കാർ പോലീസുകാരും മുടി കുത്തിപ്പിടിച്ചു. ഒരു പോലീസുകാരും മനഃപൂർവ്വം മുടി ബൂട്ടിട്ട് ചവിട്ടും തോന്നുന്നുണ്ട് താങ്കൾക്ക്? ആഹാ, അപ്പൊ അത് നല്ല പ്രശ്നമാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് നിങ്ങളൊക്കെ ഇവിടെ ന്യായീകരണം എന്താ ക്യാപ്സൂൾ ഇപ്പൊ AKG സെന്ററിലെ മാധ്യമപ്രവർത്തകർക്കും ഒക്കെ ക്യാപ്സൂൾ വിതരണം ചെയ്ത് തുടങ്ങി. ഞാൻ ഒരിക്കലും പാർട്ടി പ്രവർത്തനമല്ല, ഏത് സത്യമാണോ അതാണ് ഞാൻ പറയാം, അതാണ് എന്റെ ടോപ്പിക്. ഇതിലെന്ത് സത്യമാണ്? നമ്മള് വിഷ്വൽസിൽ കണ്ടതല്ലേ, മുടി കുത്തി പിടിച്ചിട്ട ഒരു പെൺകുട്ടീനെ പോലീസുകാരൻ, അയാൾക്ക് എന്ത് റൈറ്റാണ് വെച്ചത് പെണ്ണിന്റെ ദേഹത്ത് തൊടാൻ? അപ്പം വനിതാ പോലീസ് ചെയ്തൂടെ? ഏത് സമരം ആയിക്കോട്ടെ, ഇതൊക്കെ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? ഇവിടെ നടക്കുന്നത് സത്യം പറഞ്ഞാൽ കാട്ടാളത്തെ ഭരണമാണ്, ഫാസിസം, മുസോളിനി. അതൊക്കെ ഇറ്റലിയിലല്ല, ഇപ്പൊ കേരളത്തിലാണ്. എന്നിട്ടാണ് ഇവർ ഉത്തരേന്ത്യ നോക്കി ഫാസിസം എന്ന് പറയുന്നത്. നമ്മുടെ കൺമുന്നിൽ നടക്കുന്നുണ്ട് അടിച്ചമർത്തപ്പെട്. അതായത് ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധങ്ങളെ വരെ ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ച് അടിച്ചമർത്തുന്ന ആ ഒരു കാടത്തമാണ് ഇവിടെ ഇപ്പൊ നടക്കുന്നത്. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് അവർക്കൊപ്പം നടന്നത്? എഴുത്തുകാരെ വരെ തിരിച്ചു പറഞ്ഞു തുടങ്ങിയല്ലോ. യൂത്ത് കോൺഗ്രസ്സുകാർ കേരള പോലീസിനെ അടിച്ച നല്ലത്, കേരള പോലീസ് തിരിച്ച് പാർട്ടിക്കാരെ അടിച്ച മോശം. ഒരിക്കലും അങ്ങനെ പറയുന്നില്ല. എനിക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഇവര് തിരിച്ചു ഭരണം വരുമ്പം ഈ പോലീസുകാരനെ കാണുമ്പം അയ്യോ പോലീസേ വരൂ നമുക്ക് സമാധാനപരമായിട്ട് പോകാം എന്ന് പറഞ്ഞ ഒരു നയമാണോ ഇടതുപക്ഷം എപ്പോഴെങ്കിലും സ്വീകരിച്ചിട്ടുള്ളത്? പോലീസുകാരോട് അവർക്ക് ഭരണം വരുമ്പോൾ മാത്രം പോലീസിനോട് സ്നേഹം, അവരുടെ ഭരണം അവർ പ്രതിപക്ഷത്താവുമ്പോൾ പോലീസുകാരെ ഏറ്റവും
ക്രൂരമായിട്ട് ആക്രമിച്ചിട്ടുള്ളത് DYFI SFI സംഘടനയാണ്. ഇപ്പൊ പോലും നമ്മൾ കാണുന്നുണ്ട്. ഒന്നും വേണ്ട, ഞാൻ ഒന്നും കൂടെ പറയട്ടെ അഭിലാഷേ. ഒരു നമ്മളെ കൺമുന്നിൽ കണ്ടതാണല്ലോ ചാലക്കുടിയിൽ നടന്ന സംഭവം. പോലീസ് ജീപ്പിന്റെ മണ്ടയിൽ ചാടി കയറി കൊണ്ട് അയാളുടെ പേര് എന്തോ ഒരു പുല്ലനെന്നോ, അത് കൃത്യമായിട്ട് ഒരു അതിനെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചിട്ടുണ്ട്. എന്ത് നടപടി സ്വീകരിച്ചു എന്നാണ് പറഞ്ഞത്? എത്ര വലിയൊരു ഗുണ്ടേരെയോ സംരക്ഷിക്കുന്നതിനപ്പുറം എന്ത് നടപടി സ്വീകരിച്ചു എന്നാണ്? ഇവർക്ക് എന്തെങ്കിലും വിഷ്വൽസ് വന്നു കഴിയുമ്പോൾ അപ്പൊ അതെന്ത് പോലീസിനോട് അവരുടെ സ്വന്തം ഭരണത്തിന്റെ കീഴിൽ അതായത് ഇതാണ് ഗുണ്ട ആക്ട്. ശരിക്കും ഇവിടെ നടക്കണത് എന്താണ്? ശരിക്കും ഇപ്പം ഭീകര ഭരണമാണ്. പോലീസ് എല്ലാം സ്റ്റേറ്റിന്റെ അങ്ങനത്തെ ഒരു രീതിയിലായി മാറി. ജനാധിപത്യമൊക്കെ എന്നേ നശിച്ചു പോയി. ഇപ്പൊ എഴുത്തുകാർ തന്നെ നമുക്കറിയാം, വിഖ്യാതന എഴുത്തുകാരൻ MD ഒക്കെ കാണിച്ചു തുടങ്ങി. അതായത് വിഗ്രഹം പണ്ട് നിർമ്മാല എഴുതി കഴിഞ്ഞു. അപ്പം കർക്കിച്ച് തുപ്പിയിട്ട് വെളിച്ചപ്പാട് പോണ പോലെ അദ്ദേഹം വിഗ്രഹവൽക്കരിച്ച് വെച്ച ആൾക്കാരുടെ മുഖത്ത് കർക്കിച്ച് തുപ്പിയിട്ട് തന്നെയാണ് പുള്ളിക്കാരനും പോയി തുടങ്ങിയത്. തിരിച്ച് നടന്നു തുടങ്ങി. ഇന്നത്തെ പത്മനാഭൻ അദ്ദേഹമൊക്കെ എല്ലാവരും ചോദ്യം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇവർക്ക് എന്താ ചെയ്യാൻ പറ്റുക? ചോദ്യം ചെയ്യണവരെ ഇനി സംഖ്യയാക്കുക. യൂത്ത് കോൺഗ്രസ് ഈ ചോദ്യം ഇല്ല. ഇപ്പൊ MD വാസുദേവനും ഈ പത്മനാഭൻ ഇപ്പൊ പറയുന്നത് ഇവരൊക്കെ എന്തുകൊണ്ട് കേന്ദ്രത്തിനെതിരെ സംസാരിക്കുന്നില്ല? ഞാൻ ചോദിക്കട്ടെ, നമ്മൾ സ്വന്തം ഉമ്മറം മുഴുവൻ അമേദ്യമായിട്ട് കിടക്കുമ്പോൾ ഉമ്മറം ആദ്യം അടിച്ച് വൃത്തിയാക്കുവോ? കണ്ടവന്റെ പറമ്പ് അപ്പുറത്തെ വീട്ടില് അവിടെ കുറച്ച് പുല്ല് കിടപ്പുണ്ടെന്ന് പറഞ്ഞാൽ അത് ചെത്താൻ പോവോ? ഞാനൊക്കെ ആണെങ്കിൽ ആദ്യം എന്താ ചെയ്യാ? ഒരു സാംസ്കാരിക നായകൻ എന്ന് പറഞ്ഞ് ഇവർ അവരോധിച്ച് വെച്ചിരിക്കുന്ന കേരളത്തിന്റെ സാംസ്കാരിക നായകന്മാരാണ് ഇവരൊക്കെ. അപ്പൊ കൺമുന്നിൽ അമേദ്യം കാണുമ്പം അത് ചവിട്ടി അത് ഭയങ്കര എന്താണ് ചന്ദനമാണ്, അത് നമുക്ക് മണപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തെ അയലത്ത് അവന്റെ പുല്ല് ചെത്താൻ പോണ ഇതാണോ? ഇല്ല. സാംസ്കാരിക നായകന്മാർ ഇപ്പോഴാണെങ്കിലും അവര് ശബ്ദിച്ചു തുടങ്ങി. നമ്മുടെയൊക്കെ ഇത് തന്നെ. നിങ്ങൾ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് കേന്ദ്രത്തിനും എന്തിനു വിമർശിക്കണം? കൺമുന്നിൽ ഇത്രയും വൃത്തികേടുകൾ കാണുമ്പോ അതിനെതിരെ വിരൽ ചൂണ്ടാതെ നമ്മൾ നേരെ അങ്ങോട്ട് പോയിട്ട് വിരൽ ചൂണ്ടിട്ട് കാര്യമുണ്ടോ? ആദ്യം നമ്മുടെ പരിസരം വൃത്തിയാക്കുക. അവിടുത്തെ ദുർഗന്ധങ്ങളെ ഒക്കെ പടിയടച്ച് മാറ്റി കഴുകി തുടച്ച് വൃത്തിയാക്കി ശുദ്ധീകരിച്ച് അവസാനം ശുദ്ധീകരിക്കാൻ വേണ്ടി ചാണകവെള്ളം തളിച്ചിട്ട് നേരെ അങ്ങടേക്ക് പോയാൽ പറയാം. അതേ ഇപ്പൊ സാംസ്കാരിക നായകന്മാർ ചെയ്യുന്നുള്ളൂ. അവസാനമായി മറ്റൊരു കാര്യം ചോദിച്ചാൽ താങ്കൾ പറയുന്നത് വെച്ചാൽ പിണറായി വിജയന്റെ കൂടെ നടത്തുന്ന പോലീസുകാർ ദുണ്ടകളാണ് പറഞ്ഞു. ഓക്കെ, ഞാൻ സമ്മതിക്കുന്നു. താങ്കൾ ആർഗ്യുമെന്റ് സമ്മതിക്കുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുമ്പോൾ കോൺഗ്രസ് ഭരിച്ചപ്പോൾ ഇതേപോലെ SFIയും DYFIക്കാരും മാർച്ച് നടത്തുമ്പോൾ അവരെ പോലീസ് തല്ലിച്ചതയ്ക്കുമ്പോൾ ആ പോലീസ് അപ്പൊ ദുണ്ടകളല്ലേ കോൺഗ്രസിന്റെ? ഞാൻ ചോദിക്കട്ടെ, ഒരു മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹം പോയപ്പോ വരെ DYFI ഗുണ്ടകൾ കാറിൽ കയറുമ്പോ കല്ലെടുത്ത് എറിഞ്ഞിട്ട് ഞാൻ ചോദിച്ചത് താങ്കൾ വരിതിരിച്ചു. അതായത് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് പോലീസുകാര് പ്രതിപക്ഷമായ CPM അടിച്ചു തറക്കുമ്പോ അത് ദുണ്ടകളല്ലേ? നമ്മൾ ഒരിക്കലും പോലീസിനെ കുറ്റം പറയുന്നില്ല. കാരണം എനിക്ക് തോന്നിയിട്ടുണ്ട് കേരളത്തിലെ പോലീസാണ് ഏറ്റവും കഷ്ടം. എന്താ പറയാ, എവിടെയും പോലീസിന്റെ ഒരു ഗതികേട് തന്നെയാണ്. ഭരണപക്ഷി ആര് വന്നു കഴിഞ്ഞാലും അവരുടെ കവാത്ത് കേട്ട്. ഇവിടെ എന്താണ് നമ്മളിവിടെ ജനാധിപത്യം എന്ന് പറഞ്ഞ് കേരളത്തിൽ നിന്നുള്ള എവിടെയും പോലീസിനോട് റൈറ്റും കൊടുക്കുന്നില്ല. ആര് ഭരിക്കുന്നോ അയാളുടെ ഓർഡർ ശിരസാ വഹിച്ച് ലോ ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് വേണ്ടി ഒരു ലോ ആൻഡ് ഓർഡർ ഒന്നും അല്ല പോലീസ് ചെയ്യണത്. ശരിക്കും ആര് ഭരിക്കുന്നു ആ ഗവൺമെന്റിന് വേണ്ടിയിട്ട് എന്താ പറയാ അടിമപ്പണി ചെയ്യുകയാണ് ഇവിടുത്തെ ഏത് കേരളത്താണെങ്കിലും. ശരിക്കും അതല്ലേ സംഭവിക്കണത്. ഇപ്പൊ ഇവര് മാറി അവര് കയറി കഴിഞ്ഞാലും അവര് പറയണ പോലെ പോലീസ്. പക്ഷെ എന്നാലും ഞാൻ ഒന്ന് വിരൽ ചൂണ്ടുകയാണ് കേട്ടോ, ഇത്രയും ഒരു അക്രമാസക്തം പോലീസിന് ഇങ്ങനെ കയറൂരി വിടുകയോ. കാരണം ഞാൻ പോലീസിനെ കുറ്റം പറയണില്ല. കാരണം നമുക്കറിയാം ഈ പോലീസുകാരുടെ വിഷമങ്ങളും സ്ട്രെസ്സും ഒന്നും ആരും മനസ്സിലാക്കുന്നില്ല. കാരണം എത്രയോ പോലീസുകാർ ഇപ്പം സ്ട്രെസ് കൂടി ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അപ്പം അവരും ഈ ഞങ്ങൾ സമരത്തിൽ ഇറങ്ങണവരെ തല്ലി ചതയ്ക്കണം, മുകളിൽ നിന്ന് ഓർഡർ വരും. കഷ്ടകാലത്തിന് അവരുടെ എന്ന് പറയുമ്പോൾ ആഭ്യന്തരം എന്ന് പറഞ്ഞത് ഏറ്റവും വലിയൊരു മുസോളിനിയെ പോലെ ഒരു ഫാസിസ്റ്റാണ് അവരുടെ ആഭ്യന്തര തലപ്പത്തിരിക്കണ ആള്, ആഭ്യന്തര വകുപ്പ് മന്ത്രി. അവർക്ക് അനുസരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? പലപ്പോഴും ഒന്നുകിൽ ജോലി തന്നെ പോകും. നമുക്കറിയാം ഇവിടെ ഒരു സമര പരിപാടിക്ക് വന്നില്ലെങ്കിൽ നിങ്ങളെ തൊഴിലുറപ്പിന് നാളത്തോട്ട് വരണ്ട, അല്ലെങ്കിൽ കുടുംബശ്രീയിൽ ഇതിൽ വരണ്ടെന്ന് പറഞ്ഞ് ഭീഷണിയും തിട്ടൂരവും കൊടുക്കുന്ന ആൾക്കാർ ആഭ്യന്തരമന്ത്രി മുകളിൽ നിന്ന് പറയണ ഓർഡർ നടപ്പാക്കിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ അവരുടെ അവസ്ഥയെ മനസ്സിലാക്കണം. കാരണം അവർക്ക് മുകളിലിരിക്കുന്ന ആൾക്കാർ ഏമാമാര് പറയുമ്പോൾ അവർക്ക് അനുസരിച്ചേ പറ്റൂ. അത് പറഞ്ഞ കേരളത്തിൽ ആര് ഭരിച്ചു കഴിഞ്ഞാലും പോലീസ് എന്ന് പറഞ്ഞത് ശരിക്കും അവർക്കൊരിക്കലും എന്താ പറയാ ഒറ്റയ്ക്ക് നിന്നിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻ. നമ്മൾ കണ്ടു ഒരു പോലീസുകാരൻ ഒരാളുടെ പേര്, ഒരു MLA 141 MLA-മാരുള്ളടത്ത് ഒരാളുടെ പേരറിയില്ല എന്ന് പറഞ്ഞിട്ട് ഉടനെ പേരെന്താണെന്ന് ചോദിച്ചത് ഭയങ്കര പ്രശ്നമായി. ശരിക്കും ആലോചിച്ച് നോക്ക്, എനിക്കൊക്കെ ആണെങ്കിൽ 2 or 3 മന്ത്രിമാരുടെ പേരറിയാം. അതായത് ഞാൻ പറഞ്ഞിട്ട് കേരള പോലീസ് സ്റ്റേഷനിലെ പരിധിയിൽ പറഞ്ഞ MLA ആണത്. MLA-യുടെ പേര് പോലീസുകാരന്റെ SIക്ക് അറിയില്ലെന്ന് പറയുന്നതാണ്.
പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ അവിടെ അത് പുതിയതായിട്ട് വന്നതാണ് പയ്യനെന്ന് പറയുന്നുണ്ട് പോലീസുകാർ. ഇപ്പൊ അത് ചോദിച്ചു പേര് ചോദിച്ചു എന്ന് പറയുമ്പോ അവിടെ ആത്മാഭിമാനം ഹേർട്ട് ആവേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. ആ പ്രചരണം നടത്തിയ സമയത്ത് ഫ്രണ്ട് ഫ്ലെക്സ് പിടിക്കുന്ന വിദ്യാർത്ഥികൾ ആ ഫ്ലെക്സില് ആ MLA ഫോട്ടോയും പേരുമുണ്ട്. ഒരു MLA കളിയാക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ കൊണ്ട് കളിയാക്കാന്ന് വെച്ച് കഴിഞ്ഞാലേ ഇതൊക്കെ എന്താ പറയാ, അത് പുള്ളിക്കാരനല്ലേ ഇപ്പൊ കളിയാക്കപ്പെട്ടത്. ശരിക്കും പറഞ്ഞാൽ ജനങ്ങളുടെ മുന്നിൽ ആര് വിദ്യയായി? കാരണം ആൾക്കാർ ചോദിച്ചു തുടങ്ങി അങ്ങനെ ഒരു MLA. അതുകൊണ്ട് നമ്മൾ കല്യാശ്ശേരിയിൽ ഒരു MLA ഉണ്ടെന്ന് അറിഞ്ഞു. ഇത് ശരിക്കും മറ്റേ കൃഷിമന്ത്രി പ്രസാദ് എന്ന് പറഞ്ഞ കൃഷിമന്ത്രി ഉണ്ടെന്ന് നമ്മൾ അറിയേണ്ടി വന്നത് കൃഷ്ണപ്രസാദും ജയസൂര്യ ഒരു വേദിയിലിരുന്ന് കൃഷി വകുപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ കാർഷിക പ്രശ്നങ്ങളും പിന്നെ എങ്ങനെ ഒരു വകുപ്പുണ്ട്, ഒരു കൃഷിമന്ത്രി ഉണ്ട് എന്നറിഞ്ഞത്. ഞാൻ സത്യം പറയാലോ, ഒരു അഹമ്മദ് തേവർകോവിൽ എന്ന് പറഞ്ഞൊരു മന്ത്രി ഉണ്ടെന്ന് അറിയണ പുള്ളിക്കാരൻ രാജിവെച്ചപ്പോഴാണ്. പിന്നെ ആന്റണി രാജുവിനെ കുറിച്ച് കേട്ടിരുന്നു, മറ്റേ പണ്ടോട്ടേ പുള്ളിക്കാരനെ കേട്ടിട്ടുണ്ട് നമ്മൾ, ഒരു ജട്ടി വിവാദം അന്ന് തൊട്ട് പുള്ളിക്കാരനെ അറിയാം മന്ത്രിയായിട്ടുണ്ടെന്ന്. അപ്പൊ നമുക്ക് ഇപ്പൊ ഈ നിയമസഭയിൽ തന്നെ എത്ര മന്ത്രിമാർ നമ്മുടെ പേര് കോമൺ പീപ്പിളിനറിയാം. ശിവൻകുട്ടി സഖാവിനെ അറിയാവുന്നത് പണ്ട് തൊട്ടേ അറിയാം. നിയമസഭയിൽ കാണിച്ചൂട്ടിയ നാടകം തൊട്ട് പുള്ളിക്കാരൻ വിദ്യാഭ്യാസ മന്ത്രി. അപ്പൊ നമുക്ക് പുള്ളിക്കാരനെ അറിയാം, സഖാവിനെ അറിയാം, പിണറായി സഖാവിനെ അറിയാം. അതിനപ്പുറമൊക്കെ എത്ര പേര് നമുക്ക് അറിയാൻ പറ്റും? ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇവരൊക്കെ നമ്മൾ മെറിറ്റിലൂടെയല്ലല്ലോ അറിയുന്നത്. എന്തെങ്കിലും അച്ചീവ്മെന്റ് ചെയ്തു അതുകൊണ്ടാണോ അറിയപ്പെടുന്ന ഓരോ മിനിസ്റ്റേഴ്സിനെയും? അതാണ് എനിക്ക് ഏറ്റവും വലിയ വിഷമം. ഇവരെ അറിയാത്തോണ്ടാണോ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ടത്? അത് പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് 2 പ്രാവശ്യം ജനങ്ങൾക്ക് പറ്റിയ അബദ്ധം തന്നെയാണത്. ജനങ്ങൾക്ക് അത് പ്രബുദ്ധ കേരളത്തിലെ ആൾക്കാർക്ക് പറ്റിയ വോട്ട് ചെയ്തു ജയിച്ചു, ജനാധിപത്യ രീതിയിൽ തന്നെ ജയിപ്പിച്ചു. കിറ്റ് കൊടുത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് അവർ കയറി. ബംഗാളിൽ അങ്ങനെ അല്ലായിരുന്നു. അഭിലാഷേ, 35 വർഷം നീണ്ട ഭരണം നടത്തുമ്പോൾ ബംഗാളിലെ ജനങ്ങൾക്ക് അബദ്ധം പറ്റിയില്ലേ? ത്രിപുരയിൽ പറ്റിയില്ലേ? അബദ്ധം പറ്റാത്ത മനുഷ്യരുണ്ടോ? പറ്റിയിട്ടുണ്ട്. കാരണം ഇവര് പറയണത് ഇന്ന് ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ വരെ നമുക്ക് ഇൻഫർമേഷൻസ് നമ്മുടെ വിരൽത്തുമ്പിലുള്ളപ്പോ വരെ ഇത്രയും കള്ളം പറഞ്ഞ് എന്താ പറയാ നാവില് വരണത് നട്ടാക്കുറുക്കാത്ത നുണ പറയണ ഈ ഒരു ഭരണം അവര് ഇടതുപക്ഷം പണ്ടപ്പോ എന്തൊക്കെ നുണ പറഞ്ഞിട്ടായിരിക്കും ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ടാവുക. ജനങ്ങളല്ലേ പറ്റിക്കപ്പെട്ടു തീർച്ചയായും. പിന്നെ പ്രതിപക്ഷം സ്ട്രോങ് അല്ല, അതുകൊണ്ട് തന്നെ മിക്കവാറും ഇവർ തന്നെ ആയിരിക്കാം വരിക. ഒരുപാട് നന്ദി. ഓക്കെ.